പ്രൈസ് ദി ലോർഡ്. 78-ാം സങ്കീർത്തനം 23 മുതൽ 25 വരെയുള്ള വാക്യം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. നോക്കൂ, ദൈവം തരുമ്പോൾ തൃപ്തിയാവണ്ണമാണ് തരുന്നത്. അരവയറോടുകൂടിയല്ല ദൈവം വിളമ്പുന്നത്. നമുക്ക് വേണ്ടുവോളം ഭക്ഷിപ്പാൻ വയറ് നിറച്ച് ആഹാരം തരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യർ തരുമ്പോൾ അത് തൃപ്തിയാകും വണ്ണം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വീണ്ടും നമുക്ക് വിശക്കും. ഒരനുഭവം ഞാൻ പറഞ്ഞാൽ, ബോംബെയിൽ എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഒരു മെസ്സിൽ ഞാൻ ചേർന്നു. ധാരാവി എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർക്കാരനായ ഒരു സഹോദരനാണ് ആ മെസ്സ് നടത്തുന്നത്. അതിൻ്റെ ചാർജ് ഒരു ദിവസത്തേക്ക് 1 രൂപ. നമ്മൾ വൈകിട്ട് അവിടെ ഒരു വശം ചരിഞ്ഞ് കിടക്കാം. ഒരു നേരത്തെ ആഹാരം ചോറാണ്. ചോറും സാമ്പാറും അല്പം കാബേജ് തോരനും അച്ചാറും. ദിവസവും അത് തന്നെയാണ്. ഒരു വശം ചരിഞ്ഞ് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. കുളിക്കുന്നതിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒരു ചായയും കിട്ടും. നമ്മൾ വൈകിട്ട് ചെന്ന അതേ ബാഗും എടുത്തും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലമിടണം. അവിടെ പിന്നീട് ഇരിക്കാൻ കഴിയത്തില്ല. വൈകിട്ട് 6 മണിക്ക് പിന്നീട് അതിൻ്റെ വാതിലുകൾ തുറക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, വൈകിട്ടത്തെ ആഹാരം വിളമ്പുമ്പോൾ, ചോറ് വിളമ്പുമ്പോൾ വിശന്നിരിക്കുന്ന സാധുക്കളായിട്ടുള്ളവരാണ് അവിടെ ചെന്ന് ആ 1 രൂപ കൊടുത്ത് ആ താമസവും ആഹാരവും കൈക്കൊള്ളുന്നു. അവരുടെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഒരു അളവ് വെച്ചൊരു വിളമ്പ് വിളമ്പും. അതിനുശേഷം വീണ്ടും അല്പം കൂടെ ചോദിച്ചാൽ ആർക്കും കൊടുക്കത്തില്ല. എങ്കിലും തൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരു പാത്രത്തിൽ അല്പം ചോറും കൊണ്ട് താൻ കയ്യിലേന്തിക്കൊണ്ട് 2ാം ചോറ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. പക്ഷെങ്കിൽ ഈ 2ാം ചോറ് ആർക്കും കൊടുക്കത്തില്ല. സാധുക്കളായിട്ടുള്ളവർ ഒഴിഞ്ഞ വയറുമായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെന്നുവോ അതിനിരട്ടി വിശപ്പുമായിട്ട് പലപ്പോഴും എണ്ണിച്ചു പോകേണ്ട ഗതികേടാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു? മനുഷ്യൻ വിളമ്പുന്നതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അളവ് വെച്ചാണ് വിളമ്പുന്നത്. എന്നാൽ ദൈവം വിളമ്പുമ്പോൾ അതിന് അളവില്ലാത്ത ദൈവം വിളമ്പും. എണ്ണമില്ലാത്ത ദൈവത്തിൻ്റെ കൃപ, അളവില്ലാത്ത ദൈവത്തിൻ്റെ ദാനം, ഇതൊക്കെയാണ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ ദൈവം അങ്ങ് തുറക്കുക. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മരുഭൂമിയിൽ കാറ്റടിപ്പിച്ച് മന്ന വർഷിപ്പിച്ച് അവർ വയറ് നിറച്ച ആഹാരം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. തൃപ്തിയാകും വണ്ണം മനുഷ്യൻ ഭക്ഷിച്ചു. വളരെ സന്തോഷമാണ് ഈ വചനം വായിക്കുമ്പോൾ. നോക്കൂ, ഇവിടെ ഒരു കുരുക്കുണ്ട്, ഒരു ട്വിസ്റ്റുണ്ട്. എന്താണെന്ന് അറിയാമോ? അതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവം ഇങ്ങനെ അവർക്ക് തൃപ്തിയാം വണ്ണം അവർക്ക് വിളമ്പുവാൻ ഒരു കാരണമുണ്ട്. അവരുടെ കൊതി. 30-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ന്യായവിധി വന്നു. അപ്പോൾ ദൈവം വയറ് നിറച്ചു കൊടുക്കുന്ന ചില വിളമ്പലുകളുണ്ട്. എന്നാൽ അവരുടെ വയററിഞ്ഞ് കൊടുക്കുന്നതായ, ആവശ്യം അറിഞ്ഞ് കൊടുക്കുന്നതുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, ബ്രദറിന് ഇങ്ങനെ നടക്കുവാനും സൈക്കിൾ ചവിട്ടുവാനും എപ്പോഴും ആരോഗ്യം കാണുമോ? ഒരു വാഹനം വാങ്ങിക്കൂടെ? കർത്താവിൻ്റെ വേലയ്ക്കും ഒക്കെ വളരെ പ്രയോജനകരമല്ലേ? ആ നീതിമാനായ ആ മനുഷ്യൻ അതിന് മറുപടിയായി കൊടുത്തത്, എനിക്ക് വാഹനം ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, അപ്പോഴുള്ളതായ ആരോഗ്യത്തിനനുസരിച്ച് ദൈവം എനിക്കൊരു വാഹനം തരുമായിരിക്കാം. ഇല്ല എങ്കിൽ എനിക്ക് വാഹനമായി ദൈവം ആരോഗ്യം തരും. ആ ആരോഗ്യം എൻ്റെ വാഹനമായി ഞാൻ കൈക്കൊള്ളും. ദൈവം എൻ്റെ വയറിനെയും എൻ്റെ ആരോഗ്യത്തെയും അറിയുന്നു. അതിനനുസരിച്ചുള്ളതായ കാര്യങ്ങളാണ് ദൈവം എനിക്കായി വിളമ്പുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമുക്ക് കൊതിക്ക് അനുസരിച്ച് നമ്മുടെ വയറ് നിറച്ച് തരുന്നതുണ്ട്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം സഹായിച്ചുവെന്നും ദൈവം തന്നുവെന്നും
വഴികളെ തുറന്നുവെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും സാക്ഷ്യപ്പെടുത്താറുണ്ട്. സന്തോഷമാണ് അങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും നമുക്കങ്ങനെയുള്ള ഒരു അനുഭവവും സന്തോഷമാണ്. എന്നാൽ യഥാർത്ഥമായി ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതായ ഒരു വിശ്വാസ ജീവിതമാണ് ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന് ധാരാളം സമ്പത്തും സൗകര്യങ്ങളും പൊന്നും വെള്ളിയും എല്ലാം ഉണ്ടെങ്കിലും അബ്രഹാമിനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത്, നിനക്ക് ഒരു കാലടി ദേശം പോലും ഞാൻ നിനക്ക് അവകാശമായി തരികയില്ല, നീ വിശ്വാസത്താൽ ജീവിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ, കൈപ്പിണിയല്ലാത്ത ഒരു നഗരത്തിനു വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു ജീവിതം നിന്നിൽ നിന്ന് ഉരുത്തിരിയുവാൻ തക്കവണ്ണം, ഈ ഭൂമിയിലെ അതൃപ്തിയുള്ള ജീവിതം അല്ലെങ്കിൽ മതിവരാത്ത ജീവിതത്തോട് വെറുപ്പ് തോന്നി തൃപ്തിയുള്ള ഉയരത്തിലെ ജീവിതത്തിനായി കാക്ഷിക്കുന്ന ഒരു അനുഭവം, അതാണ് നീതിമാന്റെ അനുഭവം. ഒരു മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ദൈവം കൊടുക്കുന്നത് അനുഭവിക്കുന്നതിൽ തൃപ്തി കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് നീതിമാൻ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്ക് വേണ്ടി, മോഹത്തിന് വേണ്ടി, കൊതിക്ക് വേണ്ടി, ആ ദുരാഗ്രഹങ്ങൾക്കായിട്ട്, മറ്റുള്ളവരോട് തത്തുല്യപ്പെടുത്തിയുള്ളതായ ജീവിതത്തിന്, മത്സര ജീവിതത്തിന് ഒക്കെയാണോ പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുന്നത് എന്ന് നാം ആത്മശോധന ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ കൊതിക്ക് അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ദൈവം പല പരിശോധനകളിൽ കൂടെ നമ്മെ നടത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേൽ ജനം മതിവരാത്ത ഒരു സ്വഭാവം, കൊതിക്കുന്നവർ. അവരുടെ നാവിൽ എപ്പോഴും വെള്ളം ഊറിക്കൊണ്ടിരിക്കും. അന്യൻ്റെ ആഹാരം കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള മിസ്രൈമിലുണ്ടായിരുന്നതായ ഉള്ളിയെയും ചുറ്റുള്ളിയെയും മത്തങ്ങയും ജീരകം എന്ന് വേണ്ട പലവിധമായിട്ടുള്ള ചീരയുടെയും ആഹാരത്തിൻ്റെയൊക്കെ രുചി, ആടുമാടുകളുടെ ഇറച്ചിയുടെയൊക്കെ രുചി അവരുടെ മനസ്സിൽ ഓർക്കുമ്പോൾ വായിൽ നിന്നങ്ങ് ഇറ്റിറ്റിറ്റ് വെള്ളം ഒഴുകും. കാരണം കൊതി അങ്ങ് കൂടുകയാണ്. ഉടനെ അവരെ നടത്തുന്നവരോടും ദൈവത്തോടും പിറുപിറുക്കുവാൻ തുടങ്ങും. എന്താണ്, ദൈവത്തിന് ഇതെല്ലാം നമുക്ക് തരുവാൻ സാധിക്കുമോ? ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് ദൈവശക്തിയോടും ദൈവത്തിൻ്റെ വഴികളോടും മത്സരിക്കുന്ന സ്വഭാവം. എങ്കിലും ഹൃദയത്തെ ശോധന ചെയ്യുന്നതായ ദൈവം അവരുടെ കൊതിക്ക് മതി വരുവാൻ തക്കവണ്ണം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവർക്ക് വയറ് നിറച്ച ആഹാരം കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം പലപ്പോഴും നമുക്ക് തൃപ്തിയായി വിളമ്പുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒക്കെ അത് യഥാർത്ഥമായ തൃപ്തിയല്ല. അല്പനേരം കഴിഞ്ഞ് നമുക്ക് വിശക്കും. ഇപ്പോൾ വിശക്കുന്നതായ നിങ്ങൾക്ക് പിന്നീട്, അല്ലെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, അവന് ഭാവിയിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ അവന് തൃപ്തി വരും. കർത്താവ് അതാണ് പറഞ്ഞത്. ഇപ്പോൾ കരയുന്നതായ നിങ്ങൾ ചിരിക്കും, നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നിങ്ങൾ ആർത്തുപാടി ഘോഷിക്കും. എന്നാൽ ഇപ്പോൾ തൃപ്തിയുള്ള ജീവിതം, ഇപ്പോൾ സമൃദ്ധിയുള്ള ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ദൈവം അത് നിനക്ക് തന്നെന്നിരിക്കും. എങ്കിലും അതിൻ്റെ പിന്നത്തേതിലോ അനേകവിധമായിട്ടുള്ള പരീക്ഷകളിൽ കൂടെയും പരിശോധനകളിൽ കൂടെയും അനേകമായ വേദനകളിൽ കൂടെയും നീ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു വിശ്വസ്തനായ നീതിമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രാർത്ഥനയുണ്ട്. ദൈവം തരുന്നത് എന്തോ അത് ഞാൻ തൃപ്തിയായി അനുഭവിക്കും. അവൻ തരുന്നത് കുടിക്കും, അവൻ തരുന്നത് ഭക്ഷിക്കും, അവൻ തരുന്നത് അനുഭവിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. അതാണ് യഥാർത്ഥമായ തൃപ്തിയുള്ള ഒരു ജീവിതം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഒരു ജീവിതം, അതാണ് വിശ്വാസത്താലുള്ളതായ ജീവിതം. ലഭിച്ചിരിക്കുന്നതിൽ തൃപ്തിയില്ലാത്തൊരനുഭവം, അതിനെ വേദപുസ്തകം വിളിക്കുന്നത് ദ്രവ്യാഗ്രഹം എന്നാണ്. കവച്യൂസ്നെസ്. ആ ദ്രവ്യാഗ്രഹം നമ്മളിൽ വർദ്ധിച്ചതിന് ശേഷം അത് സകലവിധ ദോഷത്തിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവപുരുഷൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതിനെ അവൻ തൃപ്തിയോടെ ഭക്ഷിക്കും, അവൻ തൃപ്തിയായി അതിനെ അനുഭവിക്കും. അവൻ തൃപ്തി എന്ന് അത് ദൈവത്തോട് ഏറ്റുപറയും. അത് ഭാഗ്യകരമായ ഒരു ജീവിതം, സൗഭാഗ്യകരമായ ജീവിതം. അവനെക്കുറിച്ച് ദൈവം പറയുന്നത്, എൻ്റെ നീതിമാൻ, അവൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ നീതിമാന്മാരെ ആകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. God bless.